നമസ്കാരം. ചതുരംഗം ഭാഗം 7 സ്വാഗതം. മലയാള ഭാഷയെയും മലയാളികളെയും നമ്മുടെ ഭാവി തലമുറകളെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു ഭാഷാ പ്രശ്നമാണ് ഇന്നത്തെ ചിന്താവിഷയം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഡയറക്ടർക്കും അക്ഷരമാല അറിയാത്തതുകൊണ്ട് പാഠപുസ്തകത്തിൽ തെറ്റുകളുള്ള അക്ഷരമാല കടന്നുകൂടിയിട്ട് 2 വർഷമായി. മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതിയാണ് അക്ഷരമാല അംഗീകരിച്ച് നടപ്പാക്കിയത്. പാഠപുസ്തകത്തിലെ അക്ഷരമാലയിൽ തെറ്റുകളുണ്ടെന്നും അത് തിരുത്തി ശരിയായ അക്ഷരമാല നൽകണമെന്നും മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ഡയറക്ടറെയും അറിയിച്ചിരുന്നു. എന്നാൽ അത് തിരുത്തുന്നതിന് പകരം മറ്റൊരു ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കൂടി അക്ഷരമാല നൽകുകയാണ് ചെയ്തത്. ഒരു ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ തെറ്റ് വന്നാൽ ലക്ഷക്കണക്കിന് കുട്ടികൾ തെറ്റായ കാര്യങ്ങൾ പഠിക്കും. അതുകൊണ്ട് തെറ്റ് സംഭവിച്ചാലുടൻ തിരുത്താനുള്ള മനോഭാവം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പഴയ കാലത്തുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറയാം. DPEPയുടെ ആദ്യകാലത്തെ പാഠപുസ്തകം പുറത്തിറങ്ങിയത് 2 കുട്ടികൾ തുമ്പിയുടെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന ചിത്രമുള്ള പുറംചട്ടയോടെയായിരുന്നു. അത് കണ്ടപ്പോൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന കളിയാണ് ഓർമ്മ വന്നത്. അതിലും വലിയ ക്രൂരത കുട്ടികളുടെ മനസ്സിലുണ്ടാക്കാൻ ഈ ചിത്രം കാരണമാവില്ലേ എന്ന് ചോദിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് കത്തെഴുതി. ഉടൻ പാഠപുസ്തകം തിരിച്ചെടുത്ത് ചിത്രം മാറ്റിയ ശേഷമാണ് കുട്ടികൾക്ക് വിതരണം നടത്തിയത്. അതുപോലെ കണക്കിലെ പാഠപുസ്തകത്തിൽ മൂല എന്ന വാക്കിന് പകരം മുല എന്ന് അച്ചടിച്ചു വന്നപ്പോൾ പോലും പുസ്തകം പിൻവലിച്ച് തെറ്റുതിരുത്തിയ പൊതുവിദ്യാഭ്യാസ വകുപ്പായിരുന്നു നമ്മുടേത്. അതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമായ തെറ്റുകളുള്ള അക്ഷരമാല 2 വർഷമായി കുട്ടികൾ പഠിക്കുന്നു. തെറ്റ് കണ്ടെത്താനും തിരുത്താനും വിദ്യാഭ്യാസ വകുപ്പിന് സംവിധാനമുണ്ട്. എന്നാൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ആരും തിരുത്തൽ നടത്തിയില്ല. അക്ഷരമാല പഠിക്കാത്തതിനേക്കാൾ വലിയ ദോഷമാണ് തെറ്റുകളുള്ളത് പഠിക്കുന്നത്. ഇനിയും ഈ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഇതാണ് ശരിയെന്ന ധാരണ ഉണ്ടാവുകയും യഥാർത്ഥ അക്ഷരമാല തമസ്കരിക്കപ്പെടുകയും ചെയ്യും. മാതൃഭാഷയെ പെറ്റമ്മയെപ്പോലെ സ്നേഹിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. ശ്രേഷ്ഠ ഭാഷയുടെ അക്ഷരമാല ഇങ്ങനെ വികലമായി ചിത്രീകരിക്കാമോ? സർക്കാരിന് തനിച്ച് തീരുമാനമെടുക്കാൻ അവകാശമില്ലാത്ത വിഷയമാണ് മാതൃഭാഷ. കാരണം അതെല്ലാ മലയാളികൾക്കും അവകാശപ്പെട്ടതാണ്. ജനത്തിന് വിതരണം ചെയ്യുന്ന കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നിശ്ചയിക്കുന്നത് പോലെ അക്ഷരമാലയിൽ ഏതെല്ലാം അക്ഷരങ്ങൾ വേണമെന്ന് തീരുമാനിക്കാൻ സർക്കാരിന് അവകാശമില്ല. ഭാഷാശാസ്ത്രജ്ഞർ കണ്ടെത്തി അംഗീകരിച്ച നമ്മുടെ അക്ഷരമാലയിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിന് വ്യക്തമായ കാരണം വേണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ചുമതലപ്പെട്ടവരും യഥാർത്ഥ അക്ഷരമാല പഠിക്കുകയും അത് കുട്ടികളുടെ പാഠപുസ്തകത്തിൽ കൊടുക്കുകയും വേണം. അത് മലയാള ഭാഷയോടും മലയാളികളോടും ചെയ്യുന്ന നീതി മാത്രമാണെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വചനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി.